പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ എൻ്റെ യൂട്യൂബ് ഓഡിയൻസിനും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മളോടുകൂടെ പ്രിയ ഡോക്ടർ ജെൻസൺ ആൻ്റണി ഉണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് നമ്മുടെ മീറ്റിങ്ങുകളിലൂടെ ഈ ദിവസങ്ങളിൽ ലഭിച്ച ആത്മാനുഭവങ്ങൾ, പുതിയ ആത്മാനുഭവങ്ങളെക്കുറിച്ച് നമ്മളോട് അദ്ദേഹം ഷെയർ ചെയ്യാൻ പോവുകയാണ്. അനുഭവങ്ങൾ എസ്പെഷ്യലി ലാഫിങ് ഇൻ ദ സ്പിരിറ്റ്, റോറിങ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലെ ചിരി, ആത്മാവിലെ ഗർജനം, ദൂതന്മാരുടെ സാന്നിധ്യങ്ങൾ, ഈ പുതിയ ആത്മാനുഭവങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കാൻ പോവുകയാണ്. ഇത് വിശദീകരിക്കുമ്പോൾ നിങ്ങളും അതിനായിട്ട് കൊതിക്കുമെങ്കിൽ ഈ ആഴമേറിയ ആമേൻ, അങ്ങനെയാണല്ലോ എബ്രായ ലേഖനം 6 പറയുന്നത്, ഗോ ബിയോണ്ട് ദി എലിമെൻ്ററി ടീച്ചിങ്സ് ഓഫ് ദ ബൈബിൾ. അതിൻ്റെ മുകളിൽ മാനസാന്തരം, ശിക്ഷാവിധി, ഇങ്ങനെയുള്ള അടിസ്ഥാന ഉപദേശങ്ങളെ വിട്ട് അടുത്ത ആഴങ്ങളിലേക്ക് പോകുവാൻ ഈ സാക്ഷ്യം നിങ്ങളെ ബലപ്പെടുത്തും. നമുക്ക് പ്രിയ ഡോക്ടർ ജെൻസൺ ആൻ്റണിയോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ താനിപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടായിരുന്നു, അതിനൊരു നിമിത്തമായിട്ടാണ് ഞാൻ ജാക്സൺ ബ്രദറിനെ പരിചയപ്പെടുന്നത്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജെൻസൺ എന്നാണ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപമായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഡെൻ്റൽ കോളേജിൽ ഹൗസ് സർജനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കാലങ്ങളായിട്ട് പെന്തക്കോസ്ത് രീതിയിലുള്ള പ്രാർത്ഥനാനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നു. പിന്നീട് ഇപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ എബ്രായർ 6:1 പറയുന്നത് പോലെയുള്ള ആ ബേസിക് ടീച്ചിങ്ങുകളിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെന്നത് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോകൾ കാണുകയും ഒരുപാട് ദേവദാസന്മാരുടെ അടുക്കൽ പോവുകയും എങ്ങനെ വളരാം, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എങ്ങനെ വളരാം എന്നത് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിട്ട് കിടന്നായിരുന്നു. കാര്യം തിയറിറ്റിക്കലായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. അന്യഭാഷയ്ക്കപ്പുറം ദൈവത്തോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ദൂതന്മാരുടെ ഭാഷകളുണ്ട്. ഇവയെല്ലാം അറിയാമെങ്കിലും അതിലേക്ക് എത്തിപ്പെടുവാനായിട്ട് പലപ്പോഴും സാധിച്ചില്ല. അങ്ങനെയാണ് ജാക്സൺ ബ്രദർ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചപ്പോൾ വളരെ കോയിൻസിഡൻ്റായിട്ട് ബ്രദർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപവാസത്തിലിരിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ എൻ്റെ ഒരു ഡെസ്റ്റിനി ചേഞ്ച് ആകുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനുശേഷം ബ്രദറിൻ്റെ പെർമിഷൻ മേടിച്ച് ഞാനിവിടെ ഭവനത്തിലേക്ക് കടന്നു വരികയും ഓൺലൈൻ മീറ്റിങ്ങുകൾക്ക് പകരം ഓഫ്ലൈനായിട്ട് തന്നെ അത് കൂടാൻ വേണ്ടിയെല്ലാം കർത്താവ് കൃപ തന്നു. അപ്പോൾ ഇനിയാണ് ശരിക്കും എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത്. ഇതുവരെയുള്ളതെല്ലാം നമ്മുടെ ആദ്യ പാഠങ്ങളിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ തിയറിറ്റിക്കൽ നോളജായിട്ടുള്ള, എനിക്ക് വളരെ കാലങ്ങളായിട്ട് ആഗ്രഹമുണ്ടായിരുന്ന ലാഫിങ് ഇൻ ദ സ്പിരിറ്റ്, റോറിങ് ഇൻ ദ സ്പിരിറ്റ്, രണ്ടും എൻ്റെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്നത് ആ മീറ്റിങ്ങുകൾക്ക് നടുവിൽ എവിടെ വെച്ചായിരുന്നു. ഞാൻ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ആ നിമിഷത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്ര സുഗമമായൊന്നായിരുന്നില്ല. കോളേജിൽ അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്, പിന്നെ വെളിപ്പെടുത്താനാവാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നടുവിൽ നിൽക്കുമ്പോൾ പണ്ടത്തെ പെന്തക്കോസ്ത് പാരമ്പര്യ രീതികളിലുണ്ടായിരുന്ന ആ ഒരു വിഷണ്ണ മനസ്സോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു. ആഗ്രഹിക്കുന്നതിനിടയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ്, ഈ ചിരി എന്ന് പറയുന്നത് തന്നെ ഒരു ആനന്ദത്തിൻ്റെ ഒരു അടയാളമാണല്ലോ. അപ്പോൾ ഞാൻ വിഷണ്ണനായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ കണ്ണുനീരിൽ കുതിർന്നിരിക്കുകയോ എന്നുള്ളതല്ലല്ലോ കർത്താവെ അങ്ങയുടെ ആഗ്രഹം. അതുകൊണ്ട് ഈ അന്യഭാഷയ്ക്ക് അപ്പുറമായിട്ട് ആത്മാവിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു ആനന്ദം, ഒരു ചിരി എനിക്ക് വേണം. കാര്യം ഏദെൻ തോട്ടത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അത് ആനന്ദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും സ്ഥലമായിരുന്നു. അത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല, അതവൻ അനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമാണല്ലോ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കർത്താവ്, എൻ്റെ ഈ വിഷണ്ണ മനസ്സിന് പകരം കർത്താവ് എനിക്ക് ചിരി വേണം, എനിക്ക് ലാഫിങ് ഇൻ ദ സ്പിരിറ്റ് വേണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. എനിക്കറിയാവുന്നതുപോലെയുള്ള അന്യഭാഷകളിലൂടെ എല്ലാം കടന്നുപോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വാക്കുകളുടെ രൂപങ്ങൾ മാറുന്നതും അതിൻ്റെ ടോൺ മാറുന്നതും എനിക്ക് മനസ്സിലായി. പെട്ടെന്നാണ് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന
ദുഃഖങ്ങളും വിഷണ്ണ മനസ്സും എല്ലാം മാറി പെട്ടെന്നൊരു ആനന്ദം ഇരച്ചു കയറുന്നത്. അത് ആ വാക്കല്ലാതെ വേറൊരു വാക്ക് എനിക്ക് പറയാനായിട്ട് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഒരു ഡാം പൊട്ടി തുറന്ന് വരുന്നത് പോലെ അടിച്ചു കയറുവാണ് എൻ്റെ ഹൃദയത്തിലോട്ട് വന്നത്. ഞാൻ എൻ്റെ ബോധമനസ്സിലുള്ള എല്ലാ പിടികളും വിട്ടു. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഞാനിവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഇനി പറയുമായിരുന്നു, ഇതുപോലെ ലാഫിങ് ഇൻ ദ സ്പിരിറ്റും റോറിങ് ഇൻ ദ സ്പിരിറ്റും ഉള്ള ശക്തിയേറിയ പ്രവാചകന്മാരുടെയും ശുശ്രൂഷകരുടെയും എല്ലാം അടുത്ത് പോയി ലോകരാഷ്ട്രങ്ങളിലൂടെ ചെന്നിട്ട് ഇവിടെ അടുത്തുള്ളവരൊന്നും പോരാ, അവരുടെ അടുത്ത് ചെന്നിട്ട് ഇത് പ്രാപിച്ച് ഒരു നാണവും മാനവും ഇല്ലാതെ ദൈവത്തെ അങ്ങ് സ്തുതിക്കണം, ആരാധിക്കണമെന്ന്. സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകാനിരുന്നതാണ് ഇത് പ്രാപിക്കാൻ, പക്ഷെ തിരുവല്ലേ വെച്ച് ഇത് കിട്ടി. ഹല്ലേലൂയ. അതെ, തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയിൽ പോകാനായിട്ട് വഴികളൊന്നും ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ഇത് വേണമെന്നത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഇത് അനുഭവിച്ചാൽ മാത്രമേ ഒരുപക്ഷെ മനസ്സിലാവുകയുള്ളൂ. എത്രത്തോളം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയുമെന്ന് അറിയത്തില്ല. ജീവിതത്തിൻ്റെ എല്ലാ ഭാരം എന്നുള്ള വാക്ക് പോലും അവിടെ അപ്രസക്തമായി പോകും. മുഴുവനായും ദൈവത്തിൻ്റെ കൺട്രോളിൽ വിട്ടുകൊടുത്ത് എങ്ങനെയാണോ സ്വർഗത്തിലിരിക്കുക, സ്വർഗത്തിൻ്റെ അതേ അനുഭവം നമുക്കിവിടെ അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും നമ്മൾ പറഞ്ഞ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അന്ന് മേഘ വന്നിടും, എന്ന് തീരും എൻ്റെ ദുഃഖം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പാടുന്നത് പോലെ അന്ന് തീരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന് അപ്പോൾ ആ മൊമെൻറ്റിലാണ് എനിക്ക് അന്ന് മനസ്സിലായത്. പാട്ട് വരെ മാറ്റണമെന്ന് മനസ്സിലായി. അന്ന് തീരുമെന്നല്ല, അല്ല എന്ന് തീരുമെന്നല്ല, ഇന്ന് തീരും. ഈ റലം വെളിപ്പെട്ടാൽ, ലാഫിങ് ഇൻ സ്പിരിറ്റ് വെളിപ്പെടുമ്പം ഇന്ന് തീരുക, ഇന്ന് എൻ്റെ ദുഃഖം തീരുക, സ്വർഗം ഭൂമിയിൽ വരിക, നിന്റെ രാജ്യം ഭൂമിയിലേക്ക് വരിക. അങ്ങനെ അതിപ്പം ബ്രദർ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക മാത്രമല്ല ദൈവരാജ്യം ഇവിടെ വരണമെന്ന്, അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ അനുഭവേദ്യമാകുമെന്ന് അന്ന് മനസ്സിലായി. ആനന്ദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, അത് വെറുതെ ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് തുള്ളുകയോ ചെയ്യുന്നതല്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് സ്വർഗീയമാകുന്ന സന്തോഷം, അതിൻ്റെ ആഴം, അത് മൊത്തം ആയോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി, അതിൻ്റെ മാക്സിമത്തിൽ നമുക്ക് അനുഭവിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സത്യത്തിൽ ലാഫിങ് ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ ലാഫിങ് ഇൻ ദ സ്പിരിറ്റ് അനുഭവിച്ചതിന് ശേഷം എന്തൊക്കെ ഗുണങ്ങളുണ്ടായെന്ന് പറയാൻ പറ്റുമോ? ആ അനുഭവം എങ്ങനെയാണ്? അത് ആദ്യമായിട്ട് അത് ഇരച്ചു വരികയായിരുന്നോ? ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഒരു ദിവസമാണ് അത് വന്നത് അല്ലേ? അതിന് ശേഷം എന്തൊക്കെ ഗുണങ്ങളുണ്ടായി? ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഏത് ദിവസമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു 3-4 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അന്യഭാഷകളിലും ചിരി കിട്ടിയവർ, ലാഫിങ് ഇൻ ദ സ്പിരിറ്റ് കിട്ടിയവർ അങ്ങനെയും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ നിന്ന് ആഗ്രഹിച്ചു. പെട്ടെന്ന് എൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള എൻ്റെ ചിന്തകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റേതായിട്ടുള്ള എല്ലാം മാറി മുഴുവനായിട്ടും ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അനുഭവം. അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ചിരിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ കിടന്നായിരിക്കാം, അല്ലെങ്കിൽ കണ്ണടഞ്ഞാണ് എൻ്റെ ഇതിരുന്നത്. ചിരി തുടങ്ങിയിട്ട് എനിക്ക് ഒരു 10 മിനിറ്റോളം എനിക്ക് ചിരി നിർത്താൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് എനിക്ക് മനസ്സിലായത്, എൻ്റെ ആത്മീയ കണ്ണുകളാൽ ഞാൻ ചില ദൂതന്മാരെ കാണുവാൻ വേണ്ടി തുടങ്ങി. കണ്ണുകൾ മാത്രമുള്ള 3 കണ്ണുകൾ, നടുക്കൊരു വലിയ കണ്ണുള്ളത്, അങ്ങനെ 3-4 സെറ്റ് ഓഫ് ദൂതന്മാർ ഒരേ താളത്തിൽ നിന്ന് നമ്മോട് കൂടെ ആനന്ദിക്കുന്നത് അന്ന് എൻ്റെ ആത്മീയ കണ്ണുകൾക്ക് ആദ്യമായിട്ട് വെളിപ്പെട്ടത്. ഞങ്ങളിപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് ദൂതന്മാരെ വരണേ എന്ന് പറഞ്ഞ് അലറുന്നില്ല. ഈ ചിരി വെളിപ്പെടുമ്പോൾ തന്നെ, സ്വർഗത്തിൻ്റെ അനുഭവം വെളിപ്പെടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഏഞ്ചലിക് പ്രസൻസ് ഇവിടെ വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ലാഫിങ് ഇൻ ദ സ്പിരിറ്റ് അവരുടെ റലം കൂടിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖം കാണുമ്പോഴല്ല ദൂതന്മാർ കൂടുതൽ വരുന്നത്. നമ്മളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ദുഃഖം കാണുമ്പോൾ ദൈവത്തിന് പ്രസാദമാണ്, ദൂതന്മാർക്ക് പ്രസാദം. നോ, ദുഃഖം കണ്ടിട്ട് ഞങ്ങളായിരുന്ന ചർച്ചുകളിലൊന്നും കരഞ്ഞ് തുരുത്തിയിലാക്കിയിട്ട് പോലും ഒരു ദൂതനും ഇറങ്ങിയത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ജെൻസൺ ബ്രദർ കാണുകയാണ്, കണ്ണുള്ള ജീവികൾ, എസെക്കിയേൽ വിശദീകരിക്കുന്നത് പോലെ അല്ലേ ജെൻസൺ ബ്രദറെ? അതിവിടെ ഈസി ആയിട്ട് ഇറങ്ങുകയാണ്. കാരണം അവരുടെ റലം ചിരിയാണ്. ഏതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചിരി എന്നാണ്, ഡിലൈറ്റ് എന്നാണ്. അതുകൊണ്ട് ആ റലം തുറന്നെങ്കിലേ അവർ വരികയുള്ളൂ. നിങ്ങൾ കരയുമ്പോഴാണ് വരുന്നതെന്ന് നിങ്ങളെ പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചതാണ്. എൻ്റെ സിമ്പിൾ ചോദ്യം, നിങ്ങൾ കരഞ്ഞിട്ട് ദൂതം വന്നോ? വന്നില്ലല്ലോ. ഞങ്ങൾ ഇഷ്ടം പോലെ കരഞ്ഞത്, ഇതുവരെയും ദൂതം വന്നില്ല. പക്ഷെ ഒറ്റ ചിരിയിൽ കണ്ണുള്ള ദൂതൻ, പല തരത്തിലുള്ള ദൂതന്മാരെ ജെൻസൺ ബ്രദർ മാത്രമല്ല, ജെൻസൺ എന്ന ഒരു വ്യക്തി ഇതിൻ്റെ പ്രതിനിധിയാണ്. ഇവിടെ ആരൊക്കെ വന്നോ, ഞങ്ങളുടെ സൂമിൽ പലരും ഉണ്ട് ഇനി ടെസ്റ്റിമണി പറയാൻ. അവരെല്ലാം അത് അനുഭവിക്കാൻ ഇടയായി തീർന്നു.
അതോടുകൂടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായോ? ആ ചിരിയിലൂടെ അടുത്ത എന്തെങ്കിലും ജീവിത മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? തീർച്ചയായും ഇപ്പോൾ ഏകദേശം ഒരു മാസമായി. ഒരു മാസത്തിനിടയിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെല്ലാം വന്നു. പക്ഷേ അവിടെയൊന്നും തളർന്നു പോകുന്നില്ല. മുമ്പുണ്ടായിരുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ടെൻഷനും അടിച്ച് ഇനി എങ്ങനെയാണ് വഴി തുറക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇന്നലെ രാത്രി കിടന്നപ്പോഴാണെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല. ക്ഷീണമുണ്ട്, കണ്ണിലെല്ലാം ക്ഷീണം വരുന്നുണ്ട്. ഉറങ്ങിയേ പറ്റുള്ളൂ. കാര്യം ഇന്ന് സൺഡേ ആണ്. സൺഡേ രാവിലെ ചർച്ചിലെല്ലാം പോകേണ്ട കാര്യങ്ങളുണ്ട്, യാത്രയുണ്ട്. അപ്പോൾ പക്ഷേ രാത്രിയിൽ അന്യഭാഷയിൽ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോസ്റ്റലായതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ എന്നാ വിചാരിക്കുമെന്ന് പോലും എനിക്ക് ചിന്തയില്ല. ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വന്നിട്ട് ഞാൻ ചിരിക്കുക. ഞാൻ ചിരിയാണ് രാത്രിയിൽ. ഞാൻ 12 മണി 12:30 ആയപ്പോൾ ഞാൻ കിടന്നതാ. ഞാൻ ഒരു റൗണ്ട് ഓഫ് ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ സമയം 3 മണി. പിന്നെ നോക്കിയപ്പം 4:30. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയത്. പിന്നെ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് ബാക്കി പരിപാടികൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശരിയാണ്. രാത്രിയിൽ ബാക്കി തൊട്ടപ്പുറത്തുള്ള റൂമുകാരൊക്കെ എന്ത് വിചാരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ സന്തോഷം ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം ബ്രദർ പറഞ്ഞതുപോലെയാണെങ്കിൽ നമുക്ക് കരയുന്ന ഒരിടത്ത് വന്ന് ഒരു ദൂതൻ്റെ പ്രസൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാര്യം അവരവിടെ ഏറ്റവും സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ദുഃഖം കണ്ടിറങ്ങേണ്ട കാര്യം ദൂതന്മാർക്കില്ല. അതുകൊണ്ട് ഇനിയും ആത്മാവിൽ കരഞ്ഞ് എന്തെങ്കിലും പ്രാപിക്കാൻ നിൽക്കുന്നതിന് പകരം കർത്താവിങ്കിൽ നിന്നും ഈ ലാഫിംഗ് ഇൻ ദ സ്പിരിറ്റ് ആഗ്രഹിച്ച് പ്രാപിക്കുക. ഇതാണ് ജോയ് അനോയിൻറ്റിങ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഞങ്ങൾ ആത്മാവിലുള്ള കമ്പാഷൻ കൊണ്ടുള്ള കരച്ചിലുകളെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നില്ല. യേശു ചിലരുടെ ദുഃഖം കണ്ടപ്പം കൂടെ ദുഃഖിച്ചിട്ടുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ജെൻസൺ ബ്രദർ പറഞ്ഞ പോലെ സ്വന്തം വിഷയത്തിന് വേണ്ടി ഇപ്പോൾ കരയാൻ പറ്റുന്നില്ല. ആ സമയത്ത് രാത്രികളിൽ പോലും ചിരി വെളിപ്പെടുകയാണ്. അത് കാരണം വിഷണ്ണ മനസ്സ് പോയി, വിഷണ്ണമായ ദുഃഖങ്ങൾ മാറിപ്പോയി എന്നുള്ളത് ജെൻസൺ ബ്രദറിൻ്റെ മാത്രം ടെസ്റ്റിമണി അല്ല, ഞങ്ങളുടെ സൂമിലെ പലരുടെയും ടെസ്റ്റിമണിയാണ്. അതിൻ്റെ പ്രതിനിധിയാണ് ജെൻസൺ ബ്രദർ. ഡോക്ടർ ജെൻസൺ ആൻ്റണിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ അതിലും ബുദ്ധിമാനാണ് ഈ ദേഹം. ഹല്ലേലൂയ. നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ അതിലും ബുദ്ധിമാനാണ് ഈ ദേഹം. ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇദ്ദേഹത്തെ ചിരിപ്പിക്കാൻ, കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ ഇവിടെ ആർക്കും കഴിവില്ല. ഉണ്ടോ ജെൻസൺ ബ്രദറെ? തമാശ പറയുന്ന സ്വഭാവം ഞങ്ങളുടെ മീറ്റിങ്ങിലുമില്ല. ഇനി തമാശ പറഞ്ഞാൽ ഇദ്ദേഹം ചിരിക്കത്തുമില്ല. ഇദ്ദേഹം ഡോക്ടറാണ്, തലച്ചോറ് ഉപയോഗിച്ച് പഠിച്ച് വന്ന വ്യക്തിയാണ്, ഹയസ്റ്റ് മാർക്ക് മേടിച്ച് പഠിച്ചു വന്ന വ്യക്തിയാണ്, ഡെൻ്റൽ ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിയത് ഈ ആത്മാനുഭവമാണ്. അടുത്തതായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യാൻ പോകുന്നത് റോറിങ് ഇൻ ദ സ്പിരിറ്റ് എന്ന അനുഭവമാണ്. അത് ലോക രാജ്യത്തിൽ തന്നെ 1, 2, 3 ഇടത്തേ ഉള്ളൂ. അവിടെ പോയി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി പ്രാപിക്കാനിരുന്ന റോറിങ് ഇൻ ദ സ്പിരിറ്റാണ് ഇവിടെ വെച്ച് ലഭിച്ചത്. അത് എങ്ങനെയായിരുന്നു ആദ്യത്തെ അനുഭവം, പിന്നീട് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും വിശദീകരിക്കാം. എനിക്ക് ഈ ലാഫിങ് കഴിഞ്ഞു ഒരു 1.5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും ആ റോറിങ് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ള ആ റെലം ഓപ്പണായി. പെട്ടെന്ന് തന്നെ എനിക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഞാൻ അർത്ഥം അറിയത്തില്ല, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ബ്രദർ പല വ്യാഖ്യാനങ്ങൾ അതിന് തരുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണിത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കർത്താവ് അനുവദിക്കുന്നത് പോലെ എൻ്റെ ശബ്ദം ഉയർത്തി കർത്താവ് തരുന്ന ആ ഒരു ഗാംഭീര്യത്തോടു കൂടി തന്നെ എനിക്ക് ഗർജിക്കുവാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ഒരു ഓൺലൈൻ മീറ്റിങ്ങിന് ബ്രദറിൻ്റെ കൂടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രദർ എൻ്റെ നേരെ തിരിയുകയും, ബ്രദറെ ഒരു ജീവിയെ ഞാൻ കാണുന്നുണ്ടല്ലോ, എന്തോ നടക്കുന്നല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഇമ്പാർട്ട് ചെയ്തത്. പെട്ടെന്ന് എൻ്റെ ബോധമനസ്സിൽ നിന്ന് എൻ്റെ ജഡത്തിലുള്ള എൻ്റെ പിടി വിട്ടുപോയി. എനിക്ക് ശക്തിയില്ലാതെ ഞാൻ ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് താഴേക്ക് വീണുപോയി. എൻ്റെ ബോധമണ്ഡലം ഏകദേശം മറഞ്ഞു. പക്ഷേ എനിക്കറിയാം എൻ്റെ ശരീരം അവിടെയുണ്ട്, വേണമെങ്കിൽ എനിക്ക് ചലിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നടന്നേക്കാം. പക്ഷേ എൻ്റെ ആത്മീക ലോകത്തിൽ ഞാൻ കാണുന്നത് എനിക്കെതിരായിട്ട് ഒരു സിംഹം നിന്ന് അലറുന്നതാണ് ഞാൻ എൻ്റെ ആത്മീയ കണ്ണുകളാൽ കാണുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ ഇതിനെ ഭയങ്കര ദേഷ്യമാണ് വന്നത്. ഭയങ്കര തൻ്റെ ഇടം വന്നിട്ട് ഇതിനെ കടിച്ച് കയറി ഞാനും ഒരു സിംഹത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഞാൻ കയറി എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മുന്നിൽ ഒരു സിംഹം നിൽക്കുന്നു, ഞാൻ തന്നെ ഒരു സിംഹമായിട്ട് മാറി എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് എന്നിൽ തന്നെ മനസ്സിലായി
എനിക്ക് എൻ്റെ എതിരായി നിൽക്കുന്ന അലറുന്ന സിംഹം എന്നതുപോലെ നിൽക്കുന്ന ആ ഒരു സ്പിരിച്വൽ ബീയിങ്ങിനേക്കാൾ എനിക്ക് പവറുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശത്രു അർഹിക്കുന്ന ആയുധമേ എടുത്ത് പ്രയോഗിക്കാവുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഇതിനെ കടിച്ചു കീറി അങ്ങ് നശിപ്പിച്ച് വിടണമെന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നോട് ആ സമയം ആത്മാവ് ഇടപെട്ടു, നീ ഗർജിച്ചാൽ മതിയെന്ന്. എനിക്ക് തോന്നുന്നു 1-2 തവണ ഞാൻ ഗർജിച്ചു. എൻ്റെ ശബ്ദം ഉയർത്തി ഞാൻ റോറ് ചെയ്തു. റോറിങ് ഇൻ ദ സ്പിരിറ്റ് എന്നിലൂടെ എനിക്കത് വെളിപ്പെട്ടു വന്നു. അപ്പോൾ തന്നെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നിൽ നിന്നും എനിക്കെതിരായിട്ട് നിന്നിരുന്ന ആ സിംഹം ഓടി മറയുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ആത്മാവ് മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. കാര്യം ഞാനിത് തിയറിറ്റിക്കലി എനിക്കിത് അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ആ ഒരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി, സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗമല്ല, കാട്ടിലെ ഏറ്റവും വേഗതയുള്ള മൃഗമല്ല, കാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള മൃഗമല്ല, കാട്ടിലെ യാതൊരു ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു മൃഗമല്ല. പക്ഷെ അവൻ്റെ ശബ്ദത്തിന് ചില പ്രാധാന്യമുണ്ട്. അവനൊന്ന് ഗർജിച്ചിട്ടുണ്ടെങ്കിൽ, അവനൊന്ന് റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാട് മുഴുവൻ നടുങ്ങും. അവൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്നവരാഴാണെങ്കിലും ഇവൻ്റെ ശക്തിയേറിയ ശബ്ദത്തിന് മുമ്പിൽ ഓടി മറയുക തന്നെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മെ യഹൂദാഗോത്രത്തിന് സിംഹമായവൻ ദത്തെടുക്കുമ്പോൾ, അവൻ്റെ സ്വന്തം പുത്രന്മാരാക്കി വെക്കുമ്പോൾ അവൻ്റെ അതേ ഭാവമാണ് നമ്മളിലേക്കും വരുന്നത്. നമ്മുടെ എതിരെ നിൽക്കുന്നവയെ പലപ്പോഴും ചിരിച്ച് പരിഹസിച്ച് വിടുക, ഹല്ലേലൂയ, നമുക്ക് അതിലും കൂടിയ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ ഒന്ന് ഗർജിച്ച് വിടുക. ഒന്ന് റോറിങ് ഇൻ ദ സ്പിരിറ്റ് വെളിപ്പെട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ പകച്ച് ഓടിപ്പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ദിവസം നിങ്ങൾ ടെസ്റ്റ് മണി കേട്ട് കാണുമ്പോൾ ഒരു ആൻറ്റിയുടെ നമ്മുടെ സൂം മീറ്റിങ്ങിൽ 41 വർഷമായ ആസ്മ മാറിപ്പോയി. നമ്മൾ ആരും പോയി പ്രവചിച്ച് മാറ്റിയതൊന്നുമല്ല, ഈ ഗർജനം ആൻറ്റിക്ക് വെളിപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നത് അത് എപ്പോഴാണ് ആൻറ്റിക്ക് മാറിയെന്നറിയില്ല. കഴിഞ്ഞ 8 ദിവസത്തിൽ ഏതോ ഒരു ദിവസം നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അത് മാറിപ്പോയി. പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നത് ഗർജിച്ചപ്പോൾ ആസ്മ പേടിച്ചോടി. ജെൻസൺ ബ്രദറിനെതിരെ നിന്ന പല ശക്തികളും ഉണ്ടായിരിക്കും, പക്ഷേ ഗർജനം ദൈവത്തിൻ്റെ ശബ്ദമാണ്, അതിൻ്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ശബ്ദത്തിൽ വരുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് എനിക്കിപ്പം ഈ മീറ്റിങ്ങിൽ, ഈ ടെസ്റ്റിമണി വീഡിയോയിൽ എനിക്ക് അധികം പഠിപ്പിക്കാൻ സമയമില്ല. നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൽ ഇനിയുള്ള മീറ്റിങ്ങുകൾ കയറിയാൽ ഞങ്ങൾ റോറിങ് പഠിപ്പിക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ റോറിങ്ങിൻ്റെ വെളിപ്പാട് പഠിപ്പിക്കുന്നതായിരിക്കും. റോറിങ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, അത് ആത്മാവ് തരുന്നതാണ്. പക്ഷെ അത് എന്തിന്, ആ വെളിപ്പാട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവം ഈ ഭൂമിയെ മുഴുവൻ അറേഞ്ച് ചെയ്യുന്നത് തൻ്റെ ഗർജനം ഉപയോഗിച്ചാണ് എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ശബ്ദതരംഗങ്ങളിലൂടെ വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളെല്ലാം വിറച്ച് അത് അറേഞ്ചായിട്ട് വരും. ഹല്ലേലൂയ, അതിനുള്ളതാണ് ഗർജനം. ഹല്ലേലൂയ. ഇതാണ് ജെൻസൺ ബ്രദർ വെളി രാജ്യങ്ങളിൽ പോയി, ചില ദൈവദാസന്മാർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ അത് പ്രാപിക്കാൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കാൻ ഇരുന്നതാണ്, പക്ഷെ തിരുവല്ല വരെ വരേണ്ടി വന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഗർജനം, ലാഫിങ് ഇൻ ദ സ്പിരിറ്റ്, ഇതെല്ലാം സ്പിരിറ്റ് ഡയമെൻഷൻസ് ആണ്. ആത്മാവിൻ്റെ പല തട്ടുകളും പല ഡയമെൻഷനുമാണ്. നിങ്ങൾക്ക് ജഡം കൊണ്ട് ദേഷ്യപ്പെടാമെങ്കിൽ ആത്മാവിലൊരു ദേഷ്യമുണ്ട്. യേശു ആത്മാവിൽ ദേഷ്യപ്പെട്ടു, അതിൻ്റെ ഒരു ഭാവമാണ് ഗർജനം, റോറിങ്. യേശു ആത്മാവിൽ ദേഷ്യപ്പെട്ട് അടിച്ചിറക്കിയെന്ന. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജഡം കൊണ്ട് പരിഹാസിയെ പോലെ ചിരിക്കാമെങ്കിൽ, സിനിമ കണ്ട് ചിരിക്കാമെങ്കിൽ, കോമഡി ഷോ കണ്ട് ചിരിക്കാമെങ്കിൽ, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട് സങ്കീർത്തനം 2. ആ ചിരി നമ്മുടെ തൊണ്ടയിലൂടെ വരണമെങ്കിൽ അത് നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദതരംഗങ്ങളിലൂടെയാണ് വരുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ചിരി നമുക്കുള്ളതാണ്, പുത്രന്മാർക്കുള്ളതാണ്. നമ്മൾ പറയത്തില്ല, ഒരു കൊച്ചു ജനിച്ച് വീഴുമ്പോൾ അപ്പൻ്റെ അതേ അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ നമ്മളാരാ? ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. യോഹന്നാൻ 3:3. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് വാക്യമുണ്ട്. ഇയ്യോബ് പറയുന്നു സ്വർഗത്തിലിരിക്കുന്നവൻ ഗർജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൻ്റെ അതേ ചിരി ഞങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ പറയത്തില്ല അപ്പൻ്റെ അതേ മൂക്ക് ജഡത്തിൽ പറയും, ജഡത്തിലെ. അതാണെങ്കിൽ ഞങ്ങളുടെ ആത്മാവിലെ അപ്പൻ്റെ അതേ ചിരി ഞങ്ങൾക്കുണ്ട്, ആത്മാവിലെ അപ്പൻ്റെ ഗർജനം ഞങ്ങൾക്കുണ്ട്. ഇനി എന്തെല്ലാം പ്രാപിക്കാൻ കിടക്കുന്നു. ഹല്ലേലൂയ. ജെൻസൺ ബ്രദർ വേറെ എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? ഇതാണ് മെയിൻ ടെസ്റ്റിമണീസ്. ദൂതന്മാരെ കണ്ടത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമ്മൾ ലാഫിങ് ഇൻ ദ സ്പിരിറ്റും റോറിങ് ഇൻ ദ സ്പിരിറ്റും രണ്ടും വെളിപ്പെട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഏഞ്ചൽസിൻ്റെ മറ്റൊരു
മേഖലയാണ് ശരിക്കും ഓപ്പണായി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്കൊരാവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, പലപ്പോഴും ദൂതന്മാരെ നേരിട്ടിറങ്ങി നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ അത് ജീവിതത്തിൽ പലപ്പോഴായിട്ട് വന്നു. പലപ്പോഴും പല സൈനുകളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ, കർത്താവേ ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം, ഞാൻ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ചർച്ചിൽ ഇപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ട് ചർച്ചിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും, കർത്താവേ ഞാൻ ഇന്ന് തിരുവല്ല വരെ പോകണം, എനിക്ക് അത്യാവശ്യം ദൂരമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു സൈൻ തരണമെന്ന് പറഞ്ഞു. ഉടനെ വന്നത് 2 തിരുവനന്തപുരം ബസ്സാണ്. പക്ഷേ അതിന് തിരക്കായതുകൊണ്ട് ഞാൻ എൻ്റെ ജഡത്തിൽ നിന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ വരുന്നില്ല എന്ന്. തിരിച്ച് കോട്ടയം ബസ്സിന് കയറി ഞാൻ ഹോസ്റ്റലിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇത് നിൻ്റെ പ്ലാൻ ആണെങ്കിൽ നിൻ്റെ ദൂതനെ വിട്ട് ജാക്സൺ ബ്രദറിലൂടെ എനിക്കൊരു കൺഫർമേഷൻ വരണം, ഇന്ന് വരാൻ പറ്റുമെങ്കിൽ വാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം കാണാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരണമെന്ന് പറഞ്ഞപ്പോഴേക്കും ബ്രദറിൻ്റെ ആ സ്പോട്ടിൽ എനിക്ക് മെസ്സേജ് വരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ എന്തൊരു കാര്യത്തിനും ദൂതന്മാരുടെ ആ ഒരു കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. ചില കൺഫർമേഷൻ നടക്കുവാൻ വേണ്ടിയിട്ട്, ചില വഴിത്തിരിവുകൾക്ക് നമുക്കൊന്ന് ഒരു ആനന്ദത്തിൻ്റെ ഒരു അവസ്ഥ തരുവാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ ദൂതന്മാരുടെ ഒരു കൂട്ടായ്മ നമുക്ക് ഈ ലാഫിങ് ഇൻ ദ സ്പിരിറ്റും റോറിങ് ഇൻ ദ സ്പിരിറ്റും വെളിപ്പെട്ട് കഴിയുമ്പോഴേക്കും പുതിയൊരു ഡയമെൻഷൻ, ഏഞ്ചൽസുമായിട്ട് എൻകൗണ്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഡയമെൻഷൻ, ഒരു പുതിയ പോർട്ടൽ ഓപ്പൺ ആകുകയാണ് നമ്മൾ ഓരോ സമയവും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ലോർഡ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ടെസ്റ്റിമണികൾ അല്ലേ? നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇതൊരു ഡോക്ടറാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ഇതൊരു സാധാരണക്കാരനല്ല ഈ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിയുള്ള ഒരു ഡോക്ടർ. പക്ഷേ ആ ബുദ്ധിയെ ആത്മാവിൻ്റെ മുൻപിൽ കീഴടക്കിയ ഒരു ആത്മമനുഷ്യൻ. അങ്ങനെ ഒരാളായി നിങ്ങൾക്ക് മാറാമെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവിക തലങ്ങളെ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നൊരു വ്യക്തിയായി നിങ്ങൾ ഓരോരുത്തരും മാറും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ തന്നെ ഞങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി വരട്ടെ. ദൈവത്തിൻ്റെ സർവ്വതലങ്ങളും ആത്മാനുഭവങ്ങളും അവരുടെ ലൈഫിൽ ഓപ്പൺ ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഇന്ന് അവരുടെ മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുന്നതെല്ലാം അവരുടെ കാൽ കീഴിൽ ദൈവത്തെ കണ്ടാൽ അതെങ്ങനെ ഓടി മറയുമോ അതുപോലെ ഞെരിഞ്ഞമരട്ടെ. ദൈവത്തിൻ്റെ എല്ലാ ഡയമെൻഷനുകളും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഓപ്പണായി തരണം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഒരു വാക്ക് ജെൻസൺ ബ്രദറൂടെ പ്രാർത്ഥിക്കും. സർവ്വസ്നേഹ ഞങ്ങളുടെ നല്ല കർത്താവെ, നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ നടക്കട്ടെ, ചില ആത്മീക ചലനങ്ങൾ നടക്കട്ടെ. ആത്മാവിനാൽ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും നിറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. ദൂതന്മാരോടുള്ള കൂട്ടായ്മകൾ ഇവർ അനുഭവിക്കുവാൻ തക്കവണ്ണം ലാഫിങ് ഇൻ ദ സ്പിരിറ്റ്, റോറിങ് ഇൻ ദ സ്പിരിറ്റ്, എല്ലാ വിമർശന ബുദ്ധികളെയും മാറ്റിവെച്ചുകൊണ്ട്, ബുദ്ധിയുടെ എല്ലാ കെട്ടുപാടുകളെയും ഒതുക്കി വെച്ചുകൊണ്ട് ആത്മാവിൽ കയറി ചിലതെല്ലാം കർത്താവെ അങ്ങേക്ക് വേണ്ടി ചെയ്യുവാൻ, ഞങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് ഞങ്ങൾ കുതിച്ചു കയറുവാൻ തക്കവണ്ണം കർത്താവെ ഒരു ആത്മിക ചലനം ഈ വീഡിയോയിലൂടെ നടക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ വീഡിയോ അങ്ങ് തന്നെ ഉപയോഗപ്പെടുത്തണമേ. ആഗ്രഹിക്കുന്ന ഓരോ ഹൃദയങ്ങളോടും അങ്ങ് ഇടപെടണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.